വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ആലപ്പുഴ കരുവാറ്റയിൽ നിന്നും എത്തുന്നത്. സ്വന്തം മുത്തശ്ശനെ കൊട്ടേഷൻ കൊടുത്ത് വകവരുത്തി 13 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുമകൾ. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം പരവൂർ നെടുങ്ങോലം കൊച്ചാലുംമൂട് സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. സംഭവത്തിന്റെ വിശദവിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു നാട് മുഴുവൻ നടുങ്ങുകയാണ്. ഞായറാഴ്ചയാണ് ദാരുണ സംഭവം നടന്നത്. കൊല്ലം സ്വദേശികളായ ശിവൻകുട്ടിയും ഭാര്യയും കൊല്ലത്തു നിന്നും 2 വർഷം മുമ്പ് കരുവാറ്റയിലെത്തിയാണ് 10 സെന്റ് സ്ഥലം വാങ്ങിച്ചത്. ശിവൻകുട്ടിയുടെ 2 പെൺമക്കൾക്കുമായി ഇവിടെ സമീപത്ത് വാടക വീട്ടിൽ താമസിച്ച് 10 സെന്റിലായി 2 വീടുകൾ പണിഞ്ഞു വരികയായിരുന്നു. ശിവൻകുട്ടിയുടെ മൂത്ത മകൾ ശശികലയുടെ മകളാണ് മുത്തശ്ശനെ വകവരുത്താനായി കൊട്ടേഷൻ നൽകിയത്. ശശികലയുടെ ആദ്യ ബന്ധത്തിലെ മകളാണ് 13കാരി. രണ്ടാമത് വീണ്ടും വിവാഹിതയായ ശശികല നിലവിൽ ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. 13കാരി താമസിച്ചിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പമാണ്. സംഭവ ദിവസം ശിവൻകുട്ടിയുടെ ഭാര്യ രണ്ടാമത്തെ മകളുടെ പ്രസവത്തിനായി ആശുപത്രിയിലായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് മുത്തശ്ശനെ ഇല്ലാതാക്കാൻ 13കാരി കളമൊരുക്കിയത്. ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതിനും വൈകി വീട്ടിലെത്തുന്നതിനും മുത്തശ്ശൻ നിരന്തരം വഴക്കു പറഞ്ഞിരുന്നതിനാൽ പെൺകുട്ടിക്ക് പകയുണ്ടായിരുന്നു. ഇതാണ് ദാരുണകൃത്യം നടത്താൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലത്ത് നിന്നുമുള്ള കാമുകനെയും സുഹൃത്തുക്കളെയുമാണ് 13കാരി കൃത്യം നടത്താൻ ഏർപ്പാടാക്കിയത്. മുത്തശ്ശനെ വകവരുത്തി വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം എടുക്കുകയായിരുന്നു ദൗത്യം. ഐഫോണും ബൈക്കും ഈ പണത്തിന് വാങ്ങാമെന്നായിരുന്നു 13കാരി കാമുകനെ അറിയിച്ചത്. എല്ലാ മാസ്റ്റർ പ്ലാനും 13കാരി തന്നെ തയ്യാറാക്കി. വീട്ടിൽ നിന്നും അന്നേ ദിവസം പെൺകുട്ടി മാറി നിന്നു. പക്ഷേ ഫോണിലൂടെ കാമുകനും കൂട്ടുകാർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു നൽകി. വീടിന്റെ ഷീറ്റ് പൊളിച്ച് അകത്തു കടക്കാനുള്ള വിദ്യയും നൽകി. പിന്നീടാണ് പ്രതികൾ വീടിനകത്തു കടക്കുകയും ശിവൻകുട്ടിയെ ശ്വാസം മുട്ടിച്ച് വകവരുത്തുകയും ചെയ്തത്. പിറ്റേന്ന് വീട്ടിലെത്തിയ പെൺകുട്ടി അപ്പൂപ്പൻ എഴുന്നേൽക്കുന്നില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരെ വിളിച്ചുകൂട്ടി. എന്നാൽ നാട്ടുകാരെത്തി അപ്പൂപ്പന്റെ വിയോഗം സ്ഥിരീകരിച്ച വിവരം അറിഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ ഓണപരീക്ഷയ്ക്ക് യൂണിഫോം ഇട്ട് 13കാരി സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയത് നാട്ടുകാരെ ഞെട്ടിച്ചു. ഈ നീക്കം പോലീസിലും സംശയം ജനിപ്പിച്ചു. തുടർന്ന് സംഭവ സമയം എവിടെയായിരുന്നുവെന്ന ചോദ്യത്തിന് 13കാരിക്ക് കൃത്യമായ ഉത്തരമില്ലായിരുന്നു. പിന്നീട് മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കൊട്ടേഷന്റെ വിവരങ്ങൾ ലഭിച്ചത്. തുടർന്ന് പ്രായപൂർത്തിയാകാത്ത മറ്റു പ്രതികളെയും പോലീസ് പിടികൂടി. അതേസമയം മുത്തശ്ശൻ ഉപദ്രവിച്ചിരുന്നുവെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. 13 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ഈ ക്രൂരകൃത്യത്തിനു പിന്നിലെ ബുദ്ധികേന്ദ്രമെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്. വീട്ടിൽ മറ്റാരുമില്ലെന്ന വിവരവും സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന കൃത്യമായ നിർദ്ദേശങ്ങളും ഈ പെൺകുട്ടിയാണ് മറ്റു പ്രതികൾക്കു നൽകിയത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.